ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമുക്കിന്നൊരു ചെസ്റ്റ് ഡേ വ്ളോഗ് കണ്ടാലോ. കഷ്ടപ്പാടുണ്ടല്ലേ, ക്യാമറയൊക്കെ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. സെക്കൻഡറി ക്യാമറയ്ക്കകത്താണ് ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒറ്റയ്ക്ക് വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടും ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടും ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അപ്പം അതെന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം നമ്മളൊരു പ്രൈമറി ക്യാമറയുണ്ട്, ഒരു സെക്കൻഡറി ക്യാമറയുണ്ട്. ഇതുപോലത്തെ മ്യൂസിക് കേൾക്കുമ്പം അതിൻ്റെ കോപ്പിറൈറ്റ് വേറെ കിട്ടും നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ എങ്ങനെയാണ് ഒരു വീഡിയോ എടുക്കുന്നതെന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ എന്തോരം കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇതൊന്നും എടുക്കുന്നത്. ഹലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്തോരം കഷ്ടപ്പെട്ടാണ് നമ്മളൊരു വീഡിയോ എടുക്കുന്നതെന്നുള്ളത്. അപ്പം ഇപ്പം ഇതുപോലെ ഫോണിനകത്ത് ഞാനെൻ്റെ ക്യാമറാസ് എല്ലാം കണക്ട് ചെയ്തിട്ടാണ് ആംഗിൾസൊക്കെ കറക്റ്റാണോ നോക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഇടയ്ക്ക് വരും, നമ്മൾ ശ്രദ്ധിക്കത്തില്ല. കാരണം ഫോക്കസ് ആവുന്നുണ്ടോ, റെക്കോർഡ് ആവുന്നുണ്ടോ, വോയിസ് കിട്ടുന്നുണ്ടോ, ഇതൊക്കെ നോക്കാനായിട്ട് നമുക്കവിടെ ആരും ഇല്ല. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മെയിനായിട്ട് എനിക്ക് വരുന്ന ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോകും. ചിലപ്പോൾ എന്നെ ആയിരിക്കത്തില്ല ഫോക്കസ് ചെയ്യുന്നത്, വേറെ വല്ലതൊക്കെ ആയിരിക്കും ഫോക്കസ് ആവുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് ഇത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കാണാം. പിന്നെ ചെസ്റ്റും ട്രൈസെപ്സുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു പവറായിട്ടുള്ള ചെസ്റ്റ് ഡേ വീഡിയോ കണ്ടാലോ. ഓക്കെ, അങ്ങനെ ക്യാമറയും സെറ്റായിട്ടുണ്ട്. നമുക്കിനി പോയി വാമപ്പ് ചെയ്യാം. അപ്പം നമ്മൾ ഫുൾ റെഡി ആയിട്ടുണ്ട്. ഇനി മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാമപ്പ് ചെയ്യണം. വാമപ്പ് ചെയ്യുന്ന സെഷനിലോട്ട് നമുക്ക് പോവാം. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ വർക്കൗട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാം നോക്കണം. ക്യാമറ ആയാലും റെക്കോർഡിങ് ആയാലും ഒരു ക്യാമറ സെറ്റ് ആക്കിയിട്ട് വേണം അടുത്ത ക്യാമറ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം എവിടെയെങ്കിലും പണി പാളിക്കഴിഞ്ഞാൽ, ക്യാമറ ഏതെങ്കിലും തറയിൽ വീണ് കഴിഞ്ഞാൽ 8ൻ്റെ പണിയല്ല 14ൻ്റെ പണി കിട്ടും. അപ്പോൾ അതെല്ലാം കൂടി നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യം ചെയ്യാം. ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാമപ്പാണ്. കുറച്ചൊന്ന് ബാക്കൊക്കെ ഒന്ന് കുറച്ച് ടൈറ്റായിട്ടിരിക്കുക. അപ്പോൾ അതൊന്ന് മൊത്തത്തിൽ ലൂസാക്കിയിട്ട് വരാം. ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുക്കുക. ബാക്ക് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് ലൂസായിട്ട് കിട്ടും. ഒരു മിനിറ്റ്, ഇന്നത്തെ ഓഫീസിൻ്റെ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 ക്രാക്ക് കേട്ട് ഞാൻ. നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ടായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് പുഷപ്സ് ആണ്.
അപ്പം ഇത് എൻ്റെ റൊട്ടീനാണ്. ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറയുന്ന കാര്യമൊന്നുമല്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എനിക്ക് പുഷപ്പ് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പല തരത്തിലുള്ള പുഷപ്പ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു 50-60 പുഷപ്പ് എടുക്കാം, അല്ലെങ്കിൽ 100 എടുക്കാം, നോക്കാം. അപ്പോൾ ഇതിന് താഴെ ഒന്ന് കമൻറ്റും ചെയ്യരുത്, ഹാഫ് റെപ്സ് ആണ്, ഫുൾ റെപ്സ് അല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇത് എൻ്റെ റൊട്ടീനാണ്, അല്ല നിങ്ങളോട് ഞാൻ ഫോളോ ചെയ്യാൻ പറയുന്നതല്ല, നിങ്ങളെ പഠിപ്പിക്കുന്നതല്ല. ഇത് ഹാഫാന്ന് പറയാൻ പറ്റത്തില്ലല്ലേ. ആരെങ്കിലും ഇത് കൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൗണ്ട് ചെയ്തിട്ട് താഴെ കമൻറ്റ് ഇടും, ഞാൻ എത്ര എണ്ണം അടിക്കുന്നത്. എത്രണ്ണമായി വലിയ പിടുത്തമില്ല. എൻ്റെ ഒരു കൗണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ 35 തോന്നുന്നു. ഇതുപോലെ ഒരു 50 പുഷപ്പ് ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ടൈമിൽ എടുത്തിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് വീഡിയോ, കുറച്ച് റീച്ച് കിട്ടുന്ന വീഡിയോ എന്ന് പറയുന്നത്. ഗ്രാജുവേഷൻ എൻ്റെ ജൂനിയേഴ്സ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓൾറെഡി ഒരു 50 അടിച്ചുകൊണ്ട് ഞാൻ കുറച്ച് കുഴഞ്ഞിരിക്കുക. അപ്പോൾ അടുത്തതിനകത്ത് നമുക്ക് വേറെ കുറച്ച് പുഷപ്പും കൂടി ട്രൈ ചെയ്യാം. ഇതാണ് നക്കിൾ പുഷപ്പ്. ഓക്കെ, ഓക്കെ. അടുത്തത് ഇത് ഇച്ചിരി പാടായിരിക്കും. എൻ്റെ ബോഡി വെയിറ്റ് കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട്. ഇല്ല, ഈ തമ്പ് വെച്ചിട്ടുള്ളത് തൽക്കാലം ഞാനിപ്പോൾ അടിക്കുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് അടിക്കാൻ പറ്റും. ഞാൻ നല്ല ടയർഡായിട്ടിരിക്കുക. പിന്നെ വേറെയും കുറേ ടൈപ്പ് പുഷപ്പ് ഉണ്ട്. സൂപ്പർമാൻ ഉണ്ട്, ഫ്ലൈയിങ് പുഷപ്സ് ഉണ്ട്, പിന്നെന്തുവാ ക്ലാപ്സ് ഉണ്ട്, ബാക്ക് ക്ലാപ്സ് ഉണ്ട്, പൈക്ക് പുഷപ്സ് ഉണ്ട്, വേറെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പുഷപ്സ് ഉണ്ട്. ഇതെല്ലാം ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ചെയ്യുന്നില്ല, കാരണം വെറുതെ ചെയ്ത് ഇവിടെ ഫുള്ള് നമ്മുടെ എനർജി മൊത്തത്തിൽ ഡ്രോപ്പ് ആവും. അതുകൊണ്ട് നേരെ പോയി വർക്കൗട്ട് ചെയ്തിട്ട് പറ്റുമെങ്കിൽ ലാസ്റ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ബോഡി നല്ല വാമപ്പ് ആയിട്ടിരിക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ടോപ്പ് ഫ്ലോർ. ശരിക്കും പറഞ്ഞാൽ മൺഡേ ആണ്. ജിമ്മ് മൊത്തത്തിൽ എല്ലാവരും ചെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് സ്മിത്ത് മെഷീനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി എല്ലാ മെഷീൻസും യൂസ്ഡ് ആണ്. പിന്നെ ഫുള്ള് ജിമ്മ് മൊത്തത്തിൽ എടുക്കുന്നത് മൺഡേയിൽ ചെസ്റ്റ് ആയിരിക്കും. പിന്നെ ചിലരൊക്കെ ഇന്ന് ലെഗ് ചെയ്യാറുണ്ട്. ഞാനും സാധാരണ ലെഗ്ഗാണ് ചെയ്യാറ്. പക്ഷേ ഇന്നലെ നമുക്ക് സൺഡേ ഷൂട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ന് ലെഗ് ചെയ്യാൻ എനിക്ക് വയ്യ. അവിടെ നമുക്ക് ചെസ്റ്റ് തന്നെ ചെയ്യാം. പിന്നെ ബാക്ക് ഓൾറെഡി അതിൻ്റെ തലേ ദിവസം ബാക്കാണ് ചെയ്തത്. അപ്പം എല്ലാം കൂടി അടുപ്പിച്ച് ചെയ്യാൻ പറ്റത്തില്ല, റിക്കവർ ആകത്തില്ല. അവിടെ ഇന്ന് ചെസ്റ്റ് തന്നെ ചെയ്യാൻ വിചാരിച്ചു. ലൈറ്റ് വെയിറ്റ് ആണ്ട കേട്ടോ ഞാൻ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്. അതപ്പോൾ വാമപ്പ് സെറ്റായിരുന്നു. നമുക്കിനി 7.5 ഇടണോ 10 ഇടണോ? 10 ഇടായില്ലേ. ഞാനിട്ടിരുന്ന ടീഷർട്ടേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓവർ സൈസിലാണെന്നും പറഞ്ഞ് വാങ്ങിച്ചതാ. അപ്പോൾ ഇതിപ്പോൾ എനിക്ക്
ടൈറ്റായിട്ട് കിടക്കുന്നത്. ഒരു സെറ്റ് അടിച്ചപ്പോൾ തന്നെ ജസ്റ്റ് ടൈറ്റായി. അപ്പോൾ ഇത് വൺ സൈഡ് ഇപ്പോൾ 30 kg ആയിട്ടേക്കുന്നത്. 30 60. സേഫ്റ്റിക്ക് താഴെ നോബ് ഇട്ടിട്ടുണ്ട്. ഇത്രേ വരത്തുള്ളൂ, അവിടുന്ന് പൊക്കും. അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആരെന്നുണ്ടെങ്കിൽ അത് സേഫ്റ്റി നോബ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാം. ഓ ഫെയിലായി. അങ്ങനെ വേണം ഫെയിലാവാനായിട്ട്. ലാസ്റ്റ് റെപ്പ് നിങ്ങൾക്ക് എത്രത്തോളം പൊക്കാൻ പറ്റുമോ അത്രയും നേരം പൊക്കി അങ്ങ് വെക്കുക. സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ ഒരു 2 റെപ്പും കൂടി പോവും. ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ചാണ് ഈ ക്യാമറ അന്തിമം തട്ടിയിടാതിരിക്കുക എന്നുള്ളത്. ക്യാമറ എങ്ങനെ തട്ടിയിട്ട് കഴിഞ്ഞാൽ പോയി. ഇപ്പോൾ ഒരാൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം ക്യാമറയുടെ അടുത്ത് വന്നിരുന്നു. ഞാൻ നൈസായിട്ട് എടുത്ത് മാറ്റുമ്പോൾ പുള്ളിക്കാരൻ ചോദിക്കുക ക്യാമറയ്ക്ക് എത്ര രൂപയാണ്. ഞാൻ പ്രൈസ് പറഞ്ഞു കൊടുത്ത് പുള്ളിക്കാരൻ പറയാം ഇതൊന്നും ഇവിടെ കൊണ്ടുവരല്ലേ, അഥവാ അതായത് തട്ടി കഴിഞ്ഞ് പോയി. ഇത് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണം, കണ്ടന്റ് എടുക്കണം, എല്ലാം കൂടി ചെയ്യുമ്പം നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം വളരെയധികം സൂക്ഷിച്ചാണ് ഞാനിത് ചെയ്യുന്നത്. കാരണം എൻ്റെ ഒരു സ്വപ്നമാണ് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അപ്പം അതിനൊന്നും പറ്റാനും പാടില്ല. എന്നാൽ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കുകയും വേണം. എന്തായാലും ആ പയ്യൻ കഴിഞ്ഞ് നമുക്ക് ബാക്കി കൂടെ ചെയ്യാം. ഇതൊരു 5 to 6 reps പോകുമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. 5 to 6 reps പോവായിരിക്കും. പോണമല്ലോ. ഓക്കെ. ഓ ലാസ്റ്റ് 2 റെപ്പും കൂടി ചെയ്തിട്ടുണ്ട്. അതാണ് പ്രോഗ്രസ്. അവസാനത്തെ 6 ഫെയിലിയർ ആയിരുന്നു ശരിക്കും പറഞ്ഞത്. എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് ബെൻഡായിരുന്നെങ്കിൽ അതങ്ങ് തറയിൽ പോകുന്നതിന്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ പമ്പായിട്ടുണ്ട്. ഇത് വേണ്ട നൈറ്റീസ് ഫ്ലെക്സിങ്. Oh, I'm not in prep also. I have a lot of fat. I'm pumped. ഒരു ബ്രോ വന്നിപ്പോൾ ചോദിച്ചതാണ് വ്ളോഗിങ് ചെയ്യുവാണോ, എത്ര സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു 1.3K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന്. പുള്ളിക്കാരൻ ചോദിച്ചു 1.3 lakh എന്നാ. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇല്ലായിരിക്കാം, പക്ഷേ വരും, ഒരു ദിവസം വരും. വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. വരില്ലേ ഗൈസ്? 1 2 3 4 5 6. അപ്പം നമുക്ക് ഇവൻ്റെ കൂടെ ജോയിൻ ചെയ്യാം. അവനൊന്ന് ചെസ്റ്റാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ICN ഹൈദരാബാദിന് വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ഇവനെ ജോയിൻ ചെയ്യാം. വെണ്ടി ലൈറ്റ് വാം അപ്പ് സെറ്റാ.
Very late. Very late. Come on, come on, come on. 5, 6, 7, 8, 9, 10. നല്ലൊരു സപ്പോർട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കൈ പിടിച്ച് കുലുക്കണമൊന്നുമില്ല. ജസ്റ്റ് അവിടെ നിന്നാൽ മതി, അവർക്ക് ധൈര്യം കൊടുത്താൽ മതി. ആവശ്യം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അവർ തന്നെ ചെയ്തോളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അവരുടെ ബാലൻസ് കൂടി കളയുക. ഇന്നിപ്പോൾ അവൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഹെവി ആയിട്ട് ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അപ്പം 30 കിലോ എടുത്ത്, അത് ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് ആണ്. ഞാനാണ് ഓൾറെഡി നമ്മുടെ ഫ്ലാറ്റിൽ ഇൻക്ലൈനിലും ചെയ്തിട്ടിരിക്കുക സ്മിത്ത് മെഷീനകത്ത് 60 കിലോയുടെ. ഇതിപ്പം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ല. നോക്കാം. ലെറ്റ്സ് സീ. കം ഓൺ. 2, 3, 4, 5, 6. Come on, come on, come on. 7, 8, 9. 2 more. 1 more. Last one, last one, last one, last one, last one. Up, 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 up. Very good. Yes. It's been gone. Do you think I can do it? I can't. Easy. Easy. Yeah. Push. I already did 3 sets in that incline and flat, 60 kgs. Chattu guys, chattu. 10, 15. Tuck in, bro. Tuck in. Not too much. Just this side, no? Sternum. Already a little bit tightness will be there. At peak contraction you'll get. Right. 3 more. 2 more. 2 more. 2 more. 1 more. 1 more. Hammer. 1 more. Come on. Last one and hold. Yes. Very good. Sets. 2 sets. 5, 6. Oh, striations. Come on. 7. Shoulder.
Come on, push. Push. One more. Push. Off. 5. Come on. 6. Come on. Push. My fuel is gone. Come on. Flex. Traps, come on. Just. Wow, nice. Fake natty. സോ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ഹാൻഡിൽ ഫ്രണ്ട് റൈസാണ്. ഇത് ഞാനും ചെയ്തിട്ടില്ല, അവൻ സ്ട്രാപ്പ് ഇട്ടാണ് ചെയ്യുന്നത്. വെച്ചി You want shoulder? Huh? You want shoulder? Yeah, front shoulder. Oh, I thought chest. ഓക്കെ, നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. ഫ്രണ്ട് ഡെൽറ്റോയിഡ് നല്ല രീതിയിൽ പുഷ് ആവുന്നുണ്ട്. നൈസ്. That's for the delt. Right. Now I am getting it. Feel only this area. Okay. Front side. കണ്ടോ, എസ് ടി ഷർട്ട് ഇട്ടിട്ടും നമ്മുടെ ബോഡി ഫ്രെയിം മനസ്സിലാകുന്നുണ്ടോ? കംപ്ലീറ്റ് പമ്പായിട്ടിരിക്കുന്ന സമയം. മാറാ കൊച്ചേർക്ക. You are 22, no? 23? 23. 24? You? 30 plus. Age is just a number, bro. Age is just a number. Guys, this guy is 24 years old and he claims to be natural. Do you think that? If you think he's Already 18 years old guy. One pro card. 18 years. How? At what age they will go to gym? At what age One they will more go guy to is gym? there. 16-year-old. 16 years old without natural, natural. like vegetarian diet. I was like, And- how is that even possible? I don't know. It's a controversial topic. It's a controversial. I've seen that home workout, no? It's a controversial topic. But how is that even possible? genetics, bro. Genetics. How come, bro? Genetics. Okay, at least shoulder, back, biceps, chest. Okay. How about the striations? That much muscle mass, conditioning. How come you how come you have that much muscle maturity in 2 years?
I look big until he comes into the frame. Come back, stand here. Don't go, friend. Don't. 69. 69 kg, 80 kg. And classic men's physique. Both. You're competing for both. Oh. Ooh. I don't have to flex us. The whole gym is looking at us now. Thousand hours. Aura. Aura infinity. ഗൈസ് അങ്ങനെ വർക്കൗട്ട് തീർന്നിരിക്കുകയാണ്. അവനും കൂടി വന്നുകൊണ്ട് ഇന്നത്തെ വർക്കൗട്ട് വേറെ ലെവലായി. സോ ഞാൻ എൻ്റെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. അവന് ഇനി 2 ഷോൾഡറിൻ്റെ വേരിയേഷനും കൂടി ഉണ്ടെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. സോ ഐ ആം വൈൻഡിങ് അപ്പ് ദിസ് വീഡിയോ. ഇനി കഴിഞ്ഞ് പോയിട്ട് ഒരു അരമണിക്കൂർ കാർഡിയും കൂടെ ചെയ്യണം. സോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വേറെ വീഡിയോ ആയിട്ടാണ്. ബൈ ബൈ. സോ ഗൈസ്, അപ്പോൾ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച സാധാരണ പൊതുവെ ഇവിടെ ഈ ഏരിയയിലൊന്നും കോഴിക്കടകൾ തുറക്കാറില്ല. ചിക്കൻ ഷോപ്പ് ഇതെല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. കാരണം സൺഡേ ഒരുപാട് സൺഡേ ഒരുപാട് കച്ചവടം നടക്കുന്നുണ്ട്. അവർ തിങ്കളാഴ്ച ഓഫ് എടുക്കാറാണ് പതിവ്. ഞാനത് ഓർത്തതുമില്ല. ഇന്നാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വർക്കൗട്ടൊക്കെ ചെയ്ത് അവനോട് വർക്കൗട്ട് ചെയ്തുകൊണ്ട് നല്ല ടൈം പോയത് അറിഞ്ഞതുമില്ല. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചിക്കൻ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തെ പ്രോട്ടീൻ ഇൻടേക്ക് കംപ്ലീറ്റ്ലി കുറവായിരുന്നു. രാവിലെ ഞാൻ ഒരു സ്കൂപ്പ് വേയും ഓവർനൈറ്റ് ഓട്സുമാണ് കഴിച്ചത്. ഉച്ചയ്ക്കാണെങ്കിൽ കുറച്ച് ബിരിയാണി കഴിച്ചത്. ഉച്ചയ്ക്ക് ഞാൻ ഇന്ന് നല്ല രീതിയിൽ വിശപ്പുണ്ടായിരുന്നു എനിക്ക്. അപ്പം നമ്മുടെ ഇവിടെ കുഷ്ക റൈസ് എന്ന് പറയുന്ന സംഭവം കിട്ടും. റൈസ് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചിക്കൻ ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെയാണ് ഞാൻ കഴിച്ചത്. അതും ഒരുപാടൊന്നുമില്ല. നമ്മൾ ഒരു 50 ഗ്രാമോ അത്രയും കണ്ടേ ചിക്കൻ വരത്തുള്ളൂ. അപ്പം അത് പോരാ. ഇന്നത്തെ ഇൻടേക്ക് പ്രോപ്പറാക്കാൻ വേണ്ടി അത്രയും പോരാ. മിനിമം കുറച്ചും കൂടിയെങ്കിലും കഴിക്കണം. പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, നമുക്ക് വേ പ്രോട്ടീൻ കഴിക്കുമ്പം വർക്കൗട്ട് കഴിഞ്ഞ ഉടനെ തന്നെ കഴിക്കണോ? അതൊക്കെ ബോഡി ബിൽഡേഴ്സ് ചെയ്യുന്ന പ്രോട്ടോക്കോൾസാണ്. നിങ്ങൾ ബോഡി ബിൽഡർ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒരു പ്രോട്ടീൻ പൗഡർ നിങ്ങൾ കുടിച്ചാൽ പോലും നിങ്ങൾ വെള്ളത്തിൽ കലക്കി കുടിക്കുകയാണ്. അത് ബോഡിയിലോട്ട് അബ്സർവ് ചെയ്യാൻ മിനിമം കുറച്ച് ടൈം എടുക്കും. ഒരു 30 മിനിറ്റ്സ് എങ്കിലും അത് എടുക്കും ബോഡിയിലോട്ട് അബ്സർവ് ചെയ്യാൻ. അപ്പം നിങ്ങൾ ആ ഒരു ടൈം സ്പാൻ വെച്ചിരുന്നാൽ മതി. നിങ്ങൾ ഒരുപാട് ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിമ്മിലോട്ട് പോയിട്ട് കൊണ്ടുപോവുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൻ്റെ അടുത്താണ് നിങ്ങൾ ജിമ്മിൽ പോകുന്നത്, അപ്പോൾ തിരിച്ച് വന്നിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ സമയമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിച്ചാലും മതി. പിന്നെ പ്രോട്ടീൻ അങ്ങനെ വർക്കൗട്ടിന് ശേഷം തന്നെ കുടിക്കണം. പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്നൊരു സാധനമാണ്. അത് അങ്ങനെ വർക്കൗട്ടിന് മുമ്പോ വർക്കൗട്ടിന് ശേഷമോ അങ്ങനെയൊന്നുമില്ല. വർക്കൗട്ടിന് ശേഷം കഴിക്കാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്കൗട്ടിന് ശേഷം നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ള അമിനോ ആസിഡ്സ് കാര്യങ്ങളെല്ലാം ഡിപ്ലീറ്റ് ആവും. അപ്പോൾ ബോഡിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് പെട്ടെന്ന് തിരിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് വർക്കൗട്ടിന് ശേഷം കഴിക്കാൻ പറയുന്നത്. അതിപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഇപ്പോൾ നമ്മൾ ഫുഡായിട്ട് കഴിക്കാം, പ്രോട്ടീൻ പൗഡറായിട്ട് കഴിക്കാം. ഫുഡായിട്ട് കഴിക്കാൻ നമുക്ക് കുറേ നേരം എടുക്കും നമ്മുടെ ബോഡിയിലോട്ട് ഇത് അബ്സർവ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് പൗഡറായിട്ട് പെട്ടെന്ന് കുടിക്കാൻ പറയുന്നത്. പിന്നെ നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ പോയി കലക്കി കുടിക്കണം അങ്ങനെയൊന്നുമില്ല. കുറച്ച് ടൈമൊക്കെ എടുത്ത് കുടിച്ചാലും മതി. പിന്നെ ഒരുപാട് ലേറ്റ് ആവരുത്. വീട്ടിനടുത്തൊക്കെയാണ് ജിമ്മിൽ എന്നുണ്ടെങ്കിൽ തിരിച്ച് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കുടിച്ചാലും മതി. അല്ല ജിമ്മിൽ കൊണ്ടുപോയിട്ട് പ്രോട്ടീൻ പൗഡർ കലക്കി അവിടെ തന്നെ കുടിക്കണം അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ബോഡി ബിൽഡേഴ്സിൻ്റെ പ്രോട്ടോക്കോളാണ്. അതൊക്കെ പണ്ടത്തെ ഓൾഡ് സ്കൂൾ ടെക്നിക്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ ബോഡിയിലോട്ട് ഏതൊരു ലിക്വിഡ് ഫോം ആണെങ്കിലും സെമി സോളിഡ് ഫോം ആണെങ്കിലും സോളിഡ് ഫോം ആണെങ്കിലും നമ്മുടെ ബോഡിയിലോട്ട് ഡൈജസ്റ്റായി അബ്സോർവ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ആ ടൈം എന്തായാലും നമ്മൾ പ്രോട്ടീൻ പൗഡർ വെള്ളത്തിൽ കലക്കി കുടിച്ചാലും എടുക്കും. സോ അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നായി. അപ്പോൾ ഇന്ന് എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ വഴിയില്ല. ഇനി ഒരു സ്കൂപ്പും കൂടി വേ എടുത്തേ പറ്റും. അപ്പം നമ്മുടെ വേ പ്രോട്ടീൻ ഇവിടെ ഉണ്ട്. ഒരു സ്കൂപ്പും കൂടി എടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ക്രിയാറ്റിനും കൂടി കുറിച്ച് ഞാൻ എടുക്കുന്നുണ്ട്. കമ്പനികളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസാണ് ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടുപിടിക്കുന്ന പകുതി കാര്യങ്ങൾ. ഞാൻ കുറ്റം പറയുകയല്ല. എല്ലാവരും ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി പറയുന്ന സാധനം അതേപോലെ സ്ക്രിപ്റ്റ് എടുത്ത് അങ്ങോട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഞാൻ പൊതുവെ നിങ്ങൾ എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇടാറില്ല. കാരണം ഞാൻ കംപ്ലീറ്റ്ലി അവരടുത്ത് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന സ്ക്രിപ്റ്റ് പണ്ടും ഞാൻ ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യത്തില്ല. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്കത് വേണ്ട, നിർത്തിക്കോളാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് അധികം സ്റ്റാഗോ അവരുടെ അടുത്തുനിന്ന് ഒരു കോപ്പറേഷനോ കാര്യങ്ങളൊന്നുമില്ല.
പിന്നെ ഇതിപ്പം തീരാറായി. ഇത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വേറെ പ്രോട്ടീൻ പൗഡർ ഞാൻ തന്നെ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്യും. പിന്നെ എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റ്സ് ഞാൻ ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് ഇല്ലെങ്കിൽ ബോഡി ബിൽഡിങ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വേ പ്രോട്ടീനും ക്രിയാറ്റിനും കാര്യങ്ങളെല്ലാം സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് എനിക്ക് കൊളാബ് കിട്ടിയതിന് ശേഷം. അതിനു മുമ്പ് ഞാൻ കാശ് കൊടുത്തൊന്നും അധികം വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഞാനും ജിമ്മിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി. സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രിയാറ്റിനിൽ തന്നെ, സത്യമാണ്. ക്രിയാറ്റിനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം 1500 രൂപയ്ക്ക് നമുക്ക് സപ്ലിമെൻറ്റ് കിട്ടും. നമുക്ക് കുറച്ച് നല്ല രീതിയിൽ പുഷ് ചെയ്യാൻ പറ്റും നമ്മുടെ വർക്കൗട്ട്, കുറച്ച് സ്റ്റാമിന കൂട്ടാൻ പറ്റും, അത്രേ ഉള്ളൂ. അല്ലാതെ ക്രിയാറ്റിൻ ഇല്ലെങ്കിൽ ബോഡി ഉണ്ടാകത്തില്ല അങ്ങനെയൊന്നുമില്ല. ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. ക്രിയാറ്റിൻ കുറച്ച് ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ അതിനകത്ത് തന്നെ വേവിക്കകത്ത് തന്നെ ക്രിയാറ്റിൻ അൺഫ്ലേവേർഡ് ആയിരുന്നു. അതുകൊണ്ട് ഫ്ലേവേർഡ് ഒന്നും വേവിക്കകത്തൊന്നും എടുത്തിടരുത്, വൃത്തിയുടെ ടേസ്റ്റ് ആയിരിക്കും. അൺഫ്ലേവേർഡ് ആയതുകൊണ്ട് ഞാൻ എടുത്തിട്ടു. അപ്പം അതിനകത്ത് നമുക്ക് ആവശ്യത്തിന് ഒരു 25 ഗ്രാം പ്രോട്ടീൻ കിട്ടും. രാവിലെ 25, വൈകിട്ട് 25, ഒരു 50 അപ്പോൾ ഇനി തന്നെ ഒരു 5 എഗ്സും കൂടി കഴിച്ചാൽ 30 കൂടി കയറും. കുഴപ്പമില്ല. മിനിമം 80 ഗ്രാം ആയി. ഞാൻ 160 ഗ്രാമാണ് ഒരു ദിവസം കഴിക്കേണ്ടത്. ഇന്നത്തെ എൻ്റെ ഫുൾ പ്രോട്ടീൻ കുളമായിരിക്കുക. ഇനി നിനക്ക് വീഡിയോക്കകത്ത് വരണോ? ഞാൻ പ്രോട്ടീൻ കുലുക്കുന്നതിൻ്റെയാണ് ഈ എഫക്റ്റ് വരുന്നത് ഇവിടെ താഴെ. അപ്പം ഇന്ന് മൊത്തത്തിൽ 80 ഗ്രാമേ ആവുന്നുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രോട്ടീൻ ഇൻടേക്ക് എടുക്കാൻ ചിക്കൻ ഇല്ലാതെ ഞാൻ പോകുന്നത് ഒരുപാട് ദൂരെയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരാൻ ലേറ്റാവും. അപ്പോൾ വിശക്കുവാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് കഴിക്കും, വേറെ വഴിയില്ല. നമുക്ക് വിശന്നിരിക്കുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലും കഴിക്കുന്നതാണ്. അപ്പം വിശക്കുവാണെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കും. തിരിച്ചിവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം 4 മണി 5 മണിയാവും. പിന്നെ വന്നിട്ട് എനിക്കൊരു 5:30 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അടുത്ത മീറ്റിംഗ് ഉണ്ടാവും ഓൺലൈനിൽ. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ ജിമ്മിൽ പോകും. ഇതിനിടയ്ക്ക് ഒരു മീല് കഴിക്കാനുള്ള സമയം എനിക്കില്ല. അപ്പം ജിമ്മിൽ പോയിട്ട് പ്രീ വർക്കൗട്ട് സപ്ലിമെൻ്റ് എടുത്തിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യും. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഫുഡും കഴിച്ച് കിടക്കും. ഇതാണ് ഇപ്പോഴത്തെ റൊട്ടീൻ. ഇതിനകത്ത് ഞാൻ ഒരു 4 മീലിനകത്ത് പ്രോട്ടീൻ ഇൻടേക്ക് എല്ലാം ചെയ്ത് 2000 കാലറിക്കകത്ത് ഒപ്പിക്കുന്നത് തന്നെ എങ്ങനെയെങ്കിലും. പിന്നെ ഇത് കൂടാതെ 2 സപ്ലിമെൻറ്റും കൂടി ഞാൻ കഴിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. 3 ഉണ്ട്. ഒന്ന് ഇപ്പോൾ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചത്. എനിക്ക് നല്ല രീതിയിൽ സ്കിൻ ഡാമേജ് ഉണ്ട്. എനിക്ക് നല്ല രീതിയിൽ ആക്നെ വരാറുണ്ട്. ഇവിടെ കൊളാജൻ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചോട്ടോ. അവർ സ്റ്റാഗ് ഒന്നും അയച്ചു തന്നൊന്നുമല്ല, ഞാൻ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. ഫിഷ് ഓയിൽ, ഇത് ട്രിപ്പിൾ സ്ട്രോങ് ഫിഷ് ഓയിൽ GNCയുടെ അത്യാവശ്യം നല്ലതാണ്. കാരണം ഇതിനകത്ത് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഫിഷ് ഓയിൽ ചെറുതായിരിക്കും. ഇതിനകത്ത് ഒരു ഫിഷ് ഓയിൽ ഏകദേശം ഈ സൈസ് വരും. കണ്ട ഈ സൈസ് വരും ഫിഷ് ഓയിൽ. അപ്പം അത് അത്യാവശ്യം വലുതായത് നമുക്ക് ഒരെണ്ണം എടുത്താൽ മതി. മറ്റ് സാധാ ഫിഷ് ഓയിലൊക്കെ 2 എണ്ണം എടുക്കേണ്ടി വരും. പിന്നുള്ളത് മൾട്ടിവിറ്റമിൻ. ഇത് GNCയുടെ ഇതാണ് മെഗാമെൻ എന്ന് പറഞ്ഞൊരു സാധനം. ഇതിനകത്ത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. വിറ്റമിൻ C, D3, വിറ്റമിൻ E, K27, വിറ്റമിൻ B1, B2, B3, B6, ഫോളിക് ആസിഡ്, B12, ബയോട്ടിൻ. ഇതെല്ലാം കുറേശ്ശെ അളവിന് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 30 സെർവിങ്സ് ആണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് എപ്പോഴാണ് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് പ്രെപ്പിൻ്റെ ടൈമിൽ ഞാൻ കഴിക്കുന്നില്ലായിരുന്നു ഇതൊന്നും. അപ്പോൾ പ്രെപ്പിൻ്റെ ടൈമിൽ എനിക്ക് ഇടയ്ക്ക് വയ്യാതെ വന്നു. അപ്പോഴാണ് എൻ്റെ കോച്ച് പറഞ്ഞത്, എടാ നീ മൾട്ടിവിറ്റമിൻ ഏതെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനം, ഞാൻ സ്റ്റാഗ് വന്നിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ കഴിക്കുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പം അതിനുശേഷം കഴിച്ച് തുടങ്ങിയതിന് ശേഷം എൻ്റെ അസുഖങ്ങൾ വരുന്നത് ഇത് കുറച്ച് കുറഞ്ഞു. അപ്പം അസുഖങ്ങൾ വരുന്നത് കുറച്ചൊന്ന് കുറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. ഞാൻ പുതിയൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കോമ്പറ്റീഷൻ ടൈമിലുണ്ടായിരുന്ന സാധനമാണിത്. അപ്പോൾ ഡയറ്റ് പുതിയതായിട്ട് തുടങ്ങിയപ്പം ഇത് ഞാൻ ഓണാക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് അടിച്ചു പോയത്. ഏകദേശം 1 വർഷം ആവാറായെന്ന് തോന്നുന്നു. ഇത് അടിച്ചു പോയി, ഇതിൻ്റെ ബേസ് പൊട്ടി. അതുകൊണ്ട് അത് പോയി. ഞാൻ വിചാരിച്ച ബാറ്ററിയുടെ കുഴപ്പമാണ്. ബാറ്ററി ഞാൻ മാറ്റിയിട്ട്, അതുകൊണ്ട് പുതിയൊരെണ്ണം ഞാൻ വാങ്ങിച്ചു. ഇത് 3 വർഷം വാറണ്ടിയൊക്കെ ഉണ്ടെന്നൊക്കെ എഴുതിയേക്കുന്നത്. കിച്ചൺ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പം ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത്. കാരണം ക്വാണ്ടിറ്റി വൈസ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പം ഞാൻ ഇതിപ്പം എടുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പം 2 ദിവസമായിട്ട് കഴിക്കുന്നൊരു സാധനം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഓട്സാണ്, ഓവർനൈറ്റ് ഓട്സ്. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഓട്സ്. പക്ഷേ ഇത് ഞാനൊരു ആവേശപ്പുറത്തിന് ഒരു 500 ഗ്രാമിൻ്റെ 400 ഗ്രാമിൻ്റെ സാധനം വാങ്ങിച്ചായിരുന്നു. ഇതിവിടെ ഇരുന്ന് വെറുതെ പോവും.
ഞാൻ പുതിയത് വാങ്ങിച്ചത് യോഗ ബാറിൻ്റെ മുസല്ലിയ. അപ്പം ഇത് തീർന്നിട്ടേ അതെടുക്കാൻ പറ്റും, വെറുതെ നമുക്ക് കളയാൻ പറ്റത്തില്ല. അപ്പം ഇത് ഞാനൊരു 2 ദിവസത്തേക്ക് ഓവർനൈറ്റ് ഓട്സ് ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാൽ വാങ്ങിച്ച്. അതിപ്പം നമുക്കൊരു ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്സൊക്കെ ഭയങ്കര ഹെൽത്തിയാണെന്നും പറഞ്ഞ് എല്ലാവരും ഓട്സ് കഴിക്കാൻ തുടങ്ങും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി. കിട്ടുന്ന പണി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്സ് ഭയങ്കര ഡെൻസ് കാലറി ഉള്ള സാധനമാണ്. പെർ 40 ഗ്രാമിന് 155 കാലറി ഉണ്ട്. ഇത് റോൾഡ് ഓട്സാണ്, സർട്ടിഫൈഡ് ഗ്ലൂട്ടൻ ഫ്രീ, ഇതെല്ലാം ഉള്ള ഒരു ഹോൾ ഗ്രെയിൻ ഓട്സാണ്. സാധാ ഓട്സിനേക്കാളും കുറച്ചും കൂടി കാലറി കുറവായിരുന്നു. അപ്പം ഇതിൻ്റെ 40 ഗ്രാമിന് 155 കാലറി ഉണ്ട്. അതായത് ഗ്രാം എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ എടുക്കുന്നത് 40 ഗ്രാമാണ്. ഇത് നമ്മൾ ടയർ ചെയ്ത് ഓക്കെ. ഇതിനകത്ത് ഞാൻ 40 ഗ്രാം ഇടാൻ പോവാണ്. നിങ്ങൾ കണ്ടോണം 40 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന്. ഇത്രേ ഉള്ളൂ 40 ഗ്രാം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഈ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് 40 ഗ്രാം ഇത്രയാണോ എടുക്കുന്നത്? ഇത് 155 കാലറിയാണ്. 100 ഗ്രാമിനകത്ത് 387 കാലറി വരുന്നുണ്ട്. അപ്പം നിങ്ങൾ കാലറി വൈസ് ഡെഫിസിറ്റ് നിൽക്കുമ്പം ഓട്സ് ഹെൽത്തിയാണെന്നും പറഞ്ഞ് കഴിക്കുമ്പം പണി കിട്ടുന്ന അവിടെ നിങ്ങൾ കാലറി ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കുന്നതിന് പകരം ചിലപ്പോൾ കൂടാനാണ് ചാൻസ്, അല്ലെങ്കിൽ അത് കണക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. നിങ്ങളുടെ മെയിൻ്റെനൻസ് കാലറി എന്നൊരു 100 കാലറീസ് എങ്കിലും ഡെഫിസിറ്റ് നിന്നാലും നിങ്ങൾക്ക് ചെയ്യുന്ന സാധനം വർക്കൗട്ട് ആവും. ഇതെന്താ തുറക്കാത്ത? അപ്പം അത് കഴിഞ്ഞു. അടുത്തത് ചിയ സീഡ്സ്. ഇതും നല്ല കാലറി ഡെൻസ് ഉള്ള സാധനമാണ്. ചിയ സീഡ്സും എല്ലാവരും കഴിക്കും. അപ്പം ഇതും ഭയങ്കര ഡെൻസിറ്റി ഉള്ള സാധനമാണ്. അപ്പം ഇത് ഞാൻ ഒരു സ്പൂൺ എടുക്കുന്നത്. അപ്പം അത് ഞാനൊന്നും കൂടി ടയർ ചെയ്താൽ വേണ്ട, ഒരു 5 ഗ്രാം ഇത്ര മതി. ഇതും ഒരു 28 ഗ്രാമിൽ 136 കാലറി ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ 5 ഗ്രാം എടുക്കുന്നുള്ളൂ. അടുത്തത് ഞാൻ കുറച്ച് കോക്കോ പൗഡർ ഇടുന്നുണ്ട്, കാരണം നമുക്ക് ടേസ്റ്റിന് വേറെ ഒന്നുമില്ല. കോക്കോ പൗഡർ ഇടുന്നുണ്ട്. പിന്നെ ഒഴിക്കുന്നത് പാലാണ്. നമ്മൾ വേ പ്രോട്ടീൻ നാളെ രാവിലെ എടുക്കത്തുള്ളൂ. പിന്നെ എടുക്കുന്ന 2 കാര്യങ്ങളും കൂടിയുണ്ട്. അപ്പോൾ അടുത്ത ഞാൻ ചേർക്കാൻ പോകുന്നത് പാല്. അതും ഒരു 100 ml ഇല്ലെന്ന് തോന്നുന്നു, 50 ml ഇത്ര മതി. കാരണം അത് ഫുള്ള് ജാറ് നിറയും നാളെ ആകുമ്പോഴത്തേക്ക്. പിന്നെ ചേർക്കുന്നത് യോഗട്ടാണ് കേട്ടോ. യോഗട്ടും ടയർ ചെയ്തേക്കാം. യോഗട്ട് എത്ര ഗ്രാമാണ്? 30 ഗ്രാം. 30 ഗ്രാം മതി, ഓവറായി പോവും. കാരണം ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഡെൻസ് കാലറി വരും ഇതിനകത്ത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റും. നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് നല്ല രീതിയിൽ കുതിർന്ന് വരും. എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് വേ പ്രോട്ടീനും കൂടി ചേർത്തിട്ട് എടുത്ത് കഴിക്കും. അങ്ങനെയാണ് പതിവ്. പതിവെന്ന് വെച്ചാൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ ഇത് തന്നെ കഴിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നിൻ്റെ നാളത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് ഇത്രയും വരും. കാരണം ഓട്സ് നല്ല രീതിയിൽ കുതിരും, പിന്നെ ചിയ സീഡ്സ് നല്ല രീതിയിൽ കുതിരും. പിന്നെ ഞാൻ ഒരു സ്കൂപ്പ് വേയും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് അതിനും വരും ഏകദേശം 100 കാലറീസ്. അപ്പം ഇത് കംപ്ലീറ്റ്ലി നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം 500 കാലറീസ് ഇതിനകത്ത് നിന്ന് വരും. അപ്പം നിങ്ങൾ ഡെൻസിറ്റി നോക്കിയിട്ട് വേണം കഴിക്കാനായിട്ട്. ഓട്സ് ഒരു പാത്രം ഓട്സ് കഴിച്ചിട്ട് പിന്നെ എനിക്ക് വെയിറ്റ് കുറയുന്നില്ല എന്ന് പറയുമ്പം കാരണം ഇതാണ്, നിങ്ങൾ ഒരുപാട് കഴിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ആരെയും മുട്ട ഉണ്ടാക്കുന്ന കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. മുട്ട ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഒരു 5 മുട്ടയും കൂടെ കഴിച്ചിട്ട് എൻ്റെ ഇൻടേക്ക് ഞാൻ ഇവിടെ നിർത്തുക. 5 മുട്ടയും 2 ചപ്പാത്തിയും കൂടെ കഴിക്കുമ്പോഴത്തേക്കും ഇന്നത്തേക്ക് അത് മതി. ഇന്ന് കുറച്ച് ലോ ഇൻടേക്കാണ് എനിക്കറിയാം, പക്ഷെ നാളെ നമ്മളിത് പിടിക്കും. അപ്പം നാളെയും വീണ്ടും അവൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യാനാണ് പ്ലാൻ. അപ്പം നാളത്തെ വീഡിയോ കാണാം. ബൈ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മളെപ്പോലെ പാവങ്ങളെയും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.